നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലൂടെയും നമ്മൾ കടന്നുപോകും. ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വയ്ക്കും. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് സഭാതലം തന്നെയായിരുന്നു. സഭാതലത്തിൽ നിന്നുള്ള വാർത്തകളുമൊക്കെ ഇനിയുള്ള 1 മണിക്കൂർ സമയം വളരെ വിശദമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ആദ്യ റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സംസ്കരിക്കാതെ സൂക്ഷിക്കുന്നത് 17 മൃതദേഹങ്ങൾ. തിരിച്ചറിയാൻ കഴിയാത്തതും ബന്ധുക്കൾ ഏറ്റെടുക്കാത്തതുമാണ് ഇത്രയും മൃതദേഹങ്ങൾ മോർച്ചറിയിൽ അവശേഷിക്കാൻ കാരണം. നിലവിൽ മൃതദേഹം സൂക്ഷിക്കാൻ നേരിടുന്നത് വലിയ അസൗകര്യമാണ്. ഒരു ഫ്രീസർ പണിമുടക്കിയതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, എന്താണ് ഈ പ്രതിസന്ധി? ഇങ്ങനെ പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാഹചര്യം എന്താണ്? ഇങ്ങനെ ഒരേ സമയം 17 മൃതദേഹങ്ങളൊക്കെ അവിടെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ സൂക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മെഡിക്കൽ കോളേജ് അറിയിക്കുന്നത് എങ്ങനെയാണ്? നിഖിൽ പ്രമേഷ്. ഗുഡ് ഈവനിങ്. മൃതദേഹങ്ങളോട് കനിവില്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഒരു മെഡിക്കൽ കോളേജിൽ 17 മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാത്തതായി കഴിയുന്നത് ഒരു പുതിയ കാര്യമല്ല. പക്ഷേ അത് കൃത്യമായി ഈ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ആരോഗ്യ സംവിധാനങ്ങളുടെ വീഴ്ച തന്നെയാണ്. മൃതദേഹങ്ങൾക്കും ഒരു നീതി ലഭിക്കേണ്ടതുണ്ട്. മൃതദേഹത്തോടുള്ള അനാദരവായി ഇത്രയധികം ദിവസം അത് കൃത്യമായി പരിപാലിക്കാൻ കഴിയാതെ സൂക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യത്തെ നമ്മൾ കാണേണ്ടി വരും. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നിലവിലെ ഒരു ഫ്രീസർ തന്നെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ ഒരേ ദിവസം ഒരേ സമയം സൂക്ഷിക്കുന്നതിന് ഏറെ പരിമിതി നേരിടുന്നുണ്ട്. ഒരുപക്ഷെ മൃതദേഹങ്ങൾ ജീർണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സാഹചര്യമടക്കം നിലവിലത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഔദ്യോഗികമായ ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലെയോ അല്ലെങ്കിൽ ഈ മോർച്ചറിയിലെയോ ജീവനക്കാർക്ക് പറയുന്നതിന് പരിമിതി ഉണ്ടെങ്കിലും അവർ നമ്മളോട് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇത്രയധികം മൃതദേഹങ്ങൾ ഒരേ സമയം ഇവിടെ അജ്ഞാത മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ സ്റ്റേഷൻ പരിധിയിലെയും കണക്കുകൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിന് കീഴിൽ വരുന്ന 5 മൃതദേഹങ്ങളാണ് അവിടെ ഉള്ളത്. ചേവായൂരിന് കീഴിൽ വരുന്ന 4 മൃതദേഹങ്ങൾ, മെഡിക്കൽ കോളേജ് പരിധിയിൽപ്പെടുന്ന 2 മൃതദേഹങ്ങൾ, കുന്നമംഗലം പരിധിയിൽപ്പെടുന്ന 1 മൃതദേഹം, പന്നിയങ്കര പരിധിയിൽപ്പെടുന്ന 1 മൃതദേഹം, അങ്ങനെ ആകെ 17 മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. ഇത് കൃത്യമായി സംസ്കരിക്കാൻ കഴിയാത്തത്, ഇത് കൃത്യമായി ആളുകളെ തിരിച്ചറിയാത്തത്, അതായത് ആരാണ് മരിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് സൂക്ഷിക്കപ്പെടേണ്ടുന്ന മൃതദേഹങ്ങളാണ്. പക്ഷേ ഇത് കൃത്യമായി സൂക്ഷിക്കാനുള്ള സൗകര്യം, അതായത് അതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇക്കാര്യം നമ്മൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടലിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ, കോർപ്പറേഷന്റെ അടക്കം ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ, കൂടുതൽ സ്ഥല സൗകര്യം ഒരുക്കിയാൽ മാത്രമേ കൂടുതൽ മൃതദേഹങ്ങൾ അടക്കം അവിടെ സൂക്ഷിക്കാൻ കഴിയും. നമുക്കറിയാം, മലബാറിൽ നിന്നടക്കം മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഒരുപാട് രോഗികൾ അവിടേക്ക് എത്തുകയും ഇവിടെ വെച്ച് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം മൃതദേഹത്തോടുള്ള ഒരു അനാദരവായി തന്നെയാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു പരിഹാരവും അധികൃതർ കാണേണ്ടതാണ്. ശരി, നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 17 മൃതദേഹങ്ങളാണ് സംസ്കരിക്കാൻ കഴിയാതെ മോർച്ചറിയിലുള്ളത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യഗ്രഹം തുടങ്ങി. MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, AKM അഷറഫ് എന്നിവരാണ് സഭയ്ക്കുള്ളിൽ സത്യഗ്രഹമിരിക്കുന്നത്. പോലീസ് അതിക്രമത്തിൽ നടപടിയെടുക്കാൻ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഈ സത്യഗ്രഹത്തിലൂടെ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ലോക്കപ്പ് മർദ്ദനത്തിന് തെളിവായി CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ കർശനമായ നടപടി ആവശ്യപ്പെട്ടാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷ നേതാവ് അനിശ്ചിതകാല സത്യാഗ്രഹം പ്രഖ്യാപിച്ചത്. ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം 2 MLA-മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് പോലീസ് അതിക്രമത്തിനെതിരെ ജനവികാരം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം സഭയ്ക്കകത്ത് അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയിരിക്കുന്നത്. വെള്ളിയാഴ്ച സഭ പിരിയുന്നതിനകം പോലീസുകാരുടെ പിരിച്ചുവിടലിൽ തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ സഭയ്ക്ക് പുറത്തേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അതിശക്തമായ പോരാട്ടം കേരളത്തിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് UDF നടത്തും. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാകുന്ന ജനകീയ വിഷയങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ കുടുങ്ങിയിരിക്കുകയായിരുന്നു പ്രതിപക്ഷം. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്ന ഉദ്ദേശവും സഭാ കവാടത്തിലെ സമരത്തിന് പിന്നിലുണ്ട്. 24 തിരുവനന്തപുരം. പോലീസ് അതിക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞ് നിയമസഭയിൽ സർക്കാരിനെ കടന്നാക്രമിച്ചു പ്രതിപക്ഷം. അടിയന്തരാവസ്ഥക്കാലത്തെ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം വായിച്ചായിരുന്നു പ്രതിപക്ഷം ഉപക്ഷേപ ചർച്ചകൾക്ക് തുടക്കമിട്ടത്.
1 വർഷം കൊണ്ട് സർക്കാർ പോലീസ് സംവിധാനം തകർത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ കണക്ക് നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് സർക്കാർ വഴങ്ങി. ഇതോടെയാണ് പ്രത്യേക ചർച്ചയ്ക്ക് അരങ്ങൊരുങ്ങിയത്. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളുടെ കണക്ക് എണ്ണിപ്പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി എം ജോൺ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. പോലീസ് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പോലീസിന്റെ ഈ അധപതനത്തിന് കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സാർ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം മുഖ്യ വിഷയമായി മാറിയ അടിയന്തര പ്രമേയത്തിനെ പഴയ സംഭവം എന്ന് പറഞ്ഞാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. മേൽപ്പറഞ്ഞ സഭാ സമ്മേളനങ്ങളിൽ ഒന്നും ഉന്നയിക്കാത്ത വിഷയമാണ് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞ് 14ാം സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. എന്തേ ഈ 2.5 വർഷമായി നിങ്ങൾ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പോയത്? പോലീസിന് മേൽ സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുഖ്യ വിമർശനം. മുഖ്യമന്ത്രി പോലീസ് വകുപ്പ് ഒഴിയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ? നിങ്ങൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞോ കേരളത്തിലെ പൊതുസമൂഹത്തോട്? നിങ്ങളുടെ കീഴിലുള്ള പോലീസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ മൗനം പാലിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. സ്റ്റാലിന്റെ റഷ്യയിലല്ല നെഹ്റു ഭരിച്ച നാട്ടിലാണ് വളർന്നതെന്ന പരാമർശത്തോടെ തുടങ്ങിയ മുഖ്യമന്ത്രി UDF ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഒന്നൊന്നായി ഓർത്തെടുത്തു. വലതുമുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായ പോലീസ് നയം പിന്തുടരുന്ന ഇടത് സർക്കാർ കുറ്റക്കാരോട് കർശന സമീപനം സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിൻ്റെ റഷ്യയിലായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു. കോൺഗ്രസിൻ്റെ സമീപനമല്ല ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ പോലീസിൽ ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. കുന്നംകുളത്ത് മർദ്ദനം നടത്തി പോലീസുകാരെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകാതിരുന്നതോടെ സഭാകവാടത്തിൽ സമരം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം കിളിമാനൂർ SHO B ജയനെതിരെ DGPക്ക് പരാതി. കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നാണ് പരാതി. കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറി. പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമിച്ചത് എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പരാതി പിൻവലിക്കാൻ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും ഈ പരാതിയിലുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. വീടിന് മുന്നിലെ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തിൽ പ്രതികൾ കാറിടിച്ച് വധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും നമ്മുടെ കൂട്ടുകാർക്ക് കൂടുതൽ പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തു. പോലീസ് വരികയും പോലീസ് വന്നതിന് ശേഷം അവരെ പേരിൽ വധശ്രമത്തിന് നടത്തിയ ഒരു സെക്ഷനും ഇടാതെ FIR തയ്യാറാക്കുകയും കാറിന്റെ നമ്പറുകൾ കൊടുക്കുകയും ആ നമ്പർ അനുസരിച്ച് അവരെ ട്രേസ് ചെയ്ത് ഇന്നവരെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. പ്രതികളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി അന്ന് പോലീസിന്റെ സമക്ഷത്തിൽ തന്നെ അവരെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, എന്താണ് ഈ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം? ഈ കേസിനാസ്പദമായ സംഭവം എന്താണ്? പോലീസിന്റെ വിശദീകരണം കൂടി മേഘന. കിളിമാനൂരിൽ പാറശാല SHOയുടെ വാഹനമിടിച്ച് വയോധികൻ മരിച്ച സംഭവത്തിലെ അന്വേഷണത്തിൽ കിളിമാനൂർ SHOയ്ക്ക് വീഴ്ചയുണ്ടായിരുന്നു എന്നുള്ളൊരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് വീണ്ടും കിളിമാനൂർ SHO ആയിട്ടുള്ള B ജയനെതിരെ ആരോപണങ്ങളും അതുപോലെ തന്നെ DGPക്ക് പരാതിയും വരുന്നത്. അതിൽ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ മാസം സെപ്റ്റംബർ 10 ഒരു അപകടമുണ്ടാകുന്നു. ഒരു കാർ ഇടിച്ച് യുവാക്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഉണ്ടാകുന്നു. ആ പരാതിയാണ് തുടക്കം. ശേഷം ഈ CCTV ദൃശ്യങ്ങളടക്കം അതിന്റെ പുറത്തു വരികയും അത് വാർത്ത നൽകുകയും ചെയ്തതാണ്. ആ CCTV ദൃശ്യങ്ങളിലടക്കം ഈ കാറിലെത്തിയ യുവാക്കൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ ഇടിച്ച് പരിക്കേൽപ്പിക്കുന്നതും അത് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിലുണ്ട്. അങ്ങനെ പോലീസിൽ പരാതി നൽകുന്നു. പക്ഷേ അത് പോലീസും കിളിമാനൂർ SHOയും അടക്കമുള്ളവർ ഒത്തുതീർപ്പാക്കാനും അതുപോലെ തന്നെ പ്രതികളെ സംരക്ഷിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഈ കിളിമാനൂർ സ്വദേശികളായിട്ടുള്ള പരിക്കേറ്റ ഈ കാറ് ഇടിച്ച് പരിക്കേറ്റ യുവാക്കളാണ് ഇപ്പോൾ DGPക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്നത് ഇത് വെറും ഒരു അടിപിടി കേസായി, അതായത് CCTV ദൃശ്യങ്ങളടക്കം ഉണ്ടായിട്ടും വെറും ഒരു അടിപിടി കേസായി ഒത്തുതീർപ്പാക്കാനും അതുപോലെ തന്നെ കേസ് പിൻവലിക്കാനും ഈ കിളിമാനൂർ SHO ഇടപെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് അയച്ചില്ല, വാഹനം കസ്റ്റഡിയിലെടുത്തില്ല, അത് വെറും ഒരു ചെറിയ കേസായി നിസ്സാരവൽക്കരിച്ചു. കൂടാതെ ഈ സംഭവ സ്ഥലത്ത് തന്നെ പോലീസ് അവിടെ എത്തുകയും ഈ പ്രതികളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഈ SHO സംസാരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നുണ്ട്. കൂടാതെ ഈ കേസ്
ഒത്തുതീർപ്പാക്കാനും അതുപോലെ തന്നെ ഈ കേസ് പിൻവലിക്കണമെന്നുള്ളൊരു കാര്യം ഒരു നിർദ്ദേശം SHOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും പറയുന്നു. ഇപ്പോഴും കേസ് എടുത്തിട്ടുണ്ടെങ്കിലും അത് വെറും ചെറിയ കുറ്റങ്ങളും ചെറിയ വകുപ്പുകളുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. വധശ്രമത്തിനടക്കം കേസെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് SHO ചെയ്തില്ല എന്നടക്കമുള്ള പരാതികളാണ് ഇപ്പോൾ DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇനി അതിൽ എന്ത് നടപടി ഉണ്ടാകും? കൂടാതെ ഇപ്പോൾ SHOയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല, അതുകൂടി ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ യുവാക്കൾ കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള വിനോദ് അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ ഇവർക്കാണ് അന്ന് സെപ്റ്റംബർ 10 കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതിലൂടെ പരുക്കേറ്റത്. അവരാണിപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. കിളിമാനൂർ SHO B ജയനെതിരെയാണ് പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നടക്കമാണ് ഈ DGPക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം. എന്തായാലും അന്വേഷണം നടക്കട്ടെ. മേഘനാ മുരളി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നതോടെ തീരാ ദുരിതത്തിലായി ഒരു കുടുംബം. സ്ഥലം വിട്ടു നൽകേണ്ട ഭൂവുടമയായ വൃക്കരോഗി ജപ്തി ഭീഷണിയിലാണ്. കാനാട് സ്വദേശി നസീറയ്ക്കാണ് ദുരവസ്ഥ. തലശ്ശേരി കാർഷിക വികസന ബാങ്കാണ് ജപ്തി നോട്ടീസ് നൽകിയത്. സ്ഥലം ഏറ്റെടുക്കൽ നടപടി വൈകിയതോടെ സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിയായി എന്ന് നസീറ 24നോട് പറഞ്ഞു. ഇങ്ങനെ അടുത്ത മാസം ഇങ്ങനെ ജപ്തിയായിട്ട് വന്ന് നോട്ടീസ് വന്നിന്. ഇല്ല, ഒന്നുമില്ല. ഗുളിക ഇപ്പോൾ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ മാസത്തിൽ കാണിക്കാനും വേണോ, പിന്നെ ഗുളികൻ്റെ ആവശ്യത്തിനല്ല അതിനും പൈസ വേണം. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവർ എയർപോർട്ടിൻ്റെ ഇതായിട്ട് വരുന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇല്ല, ഒന്നും കിട്ടുന്നില്ല. ഇതിപ്പോൾ റേഷ് ഇവിടെ എല്ലാവരും ഇവരെ വിറ്റാലും അതുകൊണ്ട് എടുക്കാനാളില്ല. എയർപോർട്ടിന് ഇതായതുകൊണ്ട് എല്ലാം ഇവിടെ വരെല്ലാം എയർപോർട്ടുകാർ എഴുതി കൊണ്ടുപോയത്. ഇനി ഒന്നും ചെയ്യാൻ ഒരു ഇതുമില്ല. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. അളവ് 2-3 പ്രാവശ്യം അളവ് കണക്കെടുക്കലും പിടിക്കലും വീടക്കലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ഇനി ഒന്നും ചെയ്യാനില്ല. പൈസ മാത്രമേ പാസ്സാകാനുള്ളൂ. അത് പൈസ പാസ്സാകുന്നില്ല. ഇത്ര തരാമെന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, എന്താണ് ഈ നസീറ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത്? ഈ നടപടികൾ വൈകുന്നത് എന്തുകൊണ്ടാണ്? അത് ആ നടപടികൾ ഏത് ഘട്ടത്തിലാണ് അരുൺ പൂപ്പറമ്പ? റീജിത്ത്, 8 വർഷം മുമ്പാണ് ഈ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ 4ാം ഘട്ട റൺവേ വികസനത്തിനായി അത് ഏറ്റെടുക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയത്. അതിൽ ഈ നസീറയുടെ സ്ഥലമുണ്ട്, സ്ഥലവും വീടുമുണ്ട്. അന്ന് മതിയായ നഷ്ടപരിഹാരം നൽകിയാൽ ഈ ഭൂമി നൽകാം എന്ന് അവർ സമ്മതിച്ചിരുന്നു. അത് പ്രകാരമുള്ള ആദ്യഘട്ട നടപടികൾ മാത്രമാണ്, വിജ്ഞാപനം പുറത്തിറങ്ങുന്ന നടപടികൾ മാത്രമാണ് നടന്നത്. പിന്നീട് അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ നസീറ വൃക്കരോഗിയായി മാറുന്നു. 2 വൃക്കകളും തകരാറായി. അത് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത ആ കുടുംബം നേരിടുന്നു. അങ്ങനെ ചികിത്സക്കായി ലക്ഷങ്ങൾ മുടക്കി. ആ ഘട്ടത്തിലാണ് ഈ കാർഷിക വികസന ബാങ്കിൽ നിന്നും ഈ വായ്പ, ചികിത്സാ ആവശ്യത്തിനായി വായ്പ എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രതീക്ഷ ഇതൊക്കെ തിരിച്ചടക്കാൻ, ഈ നഷ്ടപരിഹാരം ലഭിക്കുന്നതിലൂടെ ഇത് തിരിച്ചടക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നത്. 3 വർഷം മുമ്പാണ് ഈ ചികിത്സാ ആവശ്യത്തിന് വായ്പ എടുക്കുകയും ചെയ്തത്. പക്ഷേ അത് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. നഷ്ടപരിഹാരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ഭൂമിയോ വീടോ അത് ഏതെങ്കിലും തരത്തിൽ വിൽപ്പന നടത്താൻ സാധിക്കില്ല. കാരണം ഈ വിജ്ഞാപനത്തിൽ ഉള്ളതായതുകൊണ്ട് തന്നെ അത് അത്തരത്തിൽ വിൽപ്പന നടത്താൻ കഴിയില്ല. അതിന് നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഭൂമി ഉപയോഗിച്ചുള്ള മറ്റിടപാടുകളും നടക്കില്ല. അതുകൊണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവർ തള്ളപ്പെട്ടു. അന്ന് ചികിത്സാ ആവശ്യത്തിനായി എടുത്ത ലോൺ ഇപ്പോൾ അതൊരു ജപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒക്ടോബർ മാസം 21-ാം തീയതി ഇത് ജപ്തി ചെയ്ത് ലേലത്തിൽ വെക്കുമെന്നാണ് ഇപ്പോൾ അവസാനമായി അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് ഈ ഭൂമി വിൽപ്പന നടത്തിയാൽ മാത്രമേ ഇനി എന്തെങ്കിലും മാർഗമുള്ളൂ. അതിന് സാധിക്കുന്നില്ല, നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല, ഈ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഒരു തുടർ നടപടിയും ഉണ്ടാകുന്നില്ല. അതാണ് ഈ കുടുംബത്തെ ഇത്ര വലിയ ഒരു ദുരിതത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നടപടിയുമായി ബന്ധപ്പെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവരോട് ബന്ധപ്പെട്ടപ്പോൾ ആ സ്ഥലം ഏറ്റെടുപ്പിൻ്റെ തുടർ നടപടികൾ ഒരു 6 മാസത്തിനകം ഉണ്ടാകും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നസീറയുടെ കുടുംബത്തെ സംബന്ധിച്ച് അത്രയും കാലം കാത്തിരിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കുകയുമില്ല. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.
കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന സർക്കാർ പേരുമാറ്റി അവതരിപ്പിക്കുന്നുവെന്ന ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കേന്ദ്ര സർക്കാരിന്റെ സ്വസ്ഥ നാരി ശാശക്ത് പരിവാർ അഭിയാൻ സംസ്ഥാന സർക്കാർ പേരുമാറ്റി നടപ്പാക്കി. കാസർഗോഡ് ചെറുവത്തൂരിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം എന്ന പേരിൽ. പ്രധാനമന്ത്രിയുടെ ചിത്രം മാറ്റി ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ചിത്രം അച്ചടിച്ച നോട്ടീസ് വിതരണം ചെയ്തുവെന്നും വിമർശനം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ കീഴിൽ ഒരു പുതിയ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വസ്ഥ നാരി ശാശക് പരിവാർ എന്നാണ് ആ പരിപാടിയുടെ പേര്. ഇത് ഇന്ത്യ ആകമാനം നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി, കേന്ദ്രാവിഷ്കൃതമായ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റിലൂടെയാണ് നടപ്പിലാക്കുന്നത്. സെപ്റ്റംബർ 17 വരെ തൊട്ട് ഒക്ടോബർ 2 വരെയാണ്. അത് കേരള ഗവൺമെൻറ് കുറേ കൂടി ദൈർഘ്യമായി നീട്ടിയിട്ട് അതിന് മറ്റൊരു പേര് കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ഇത് പരിപൂർണമായ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൂടെ നടപ്പിലാക്കുന്നു, അത്രയേ ഉള്ളൂ. അരുൺ പാറയ്ക്കൽ കാസർഗോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം. എന്താണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത്? അരുൺ പാറയ്ക്കൽ. റിജിത്ത്, ഇന്ന് രാവിലെ 10:30 ചെറുവത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഈ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനമുണ്ടായത്. അത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്വസ്ഥ നാരി ശാശക്ത് പരിവാർ അഭിയാൻ എന്നാണ് ഈ പദ്ധതിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പേര്. സെപ്റ്റംബർ 17 മുതൽ 2025 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ത്രീകളുടെ പൂർണ്ണ ആരോഗ്യ സംരക്ഷണം, സ്ത്രീ സംരക്ഷണത്തിലൂടെ സമൂഹ സംരക്ഷണം എന്നതാണ് ഈ പദ്ധതിയുടെ ഒരു ആപ്തവാക്യം തന്നെ. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ MP-മാർക്കും അതിൻ്റെ ലിസ്റ്റ് നൽകിയിരുന്നു. പക്ഷേ ഒടുവിൽ ഇന്നിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യെ തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിറക്കി. അതിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു പരിപാടിക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന പേര് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായി സ്ത്രീ ക്യാമ്പയിൻ എന്നുള്ളതാണ്. അത് 2025 സെപ്റ്റംബർ 16 മുതൽ 2026 മാർച്ച് 8 വരെയാണ് ഈ പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതായി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ MP ആരോപിക്കുന്നത് അതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. രാജ്യത്തുടനീളം പല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി പ്രധാനമന്ത്രി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെതാക്കി മാറ്റുന്നു. മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിൻ്റെയും മാത്രം പടം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നു. അത് ശരിയല്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ആരോപണം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ അത് സംസ്ഥാന സർക്കാരിലൂടെ നടപ്പാക്കുകയാണ് ചെയ്യുന്നതെന്നും MP പറയുന്നുണ്ട്. റിജിത്ത്. ശരി, അരുൺ പാറയ്ക്കൽ കാസർഗോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം പ്രേക്ഷകർക്കായി ലഭ്യമാക്കുകയായിരുന്നു. കോട്ടയം RTO ഓഫീസിൽ RTO ഇല്ലാത്തത് ഇടപാടുകാരെ വലയ്ക്കുന്നു. 100 കണക്കിന് അപേക്ഷകളാണ് നടപടിയാകാതെ കെട്ടിക്കിടക്കുന്നത്. 2 മാസം മുമ്പ് കോട്ടയം RTO സ്ഥലം മാറിപ്പോയി. പകരം വന്ന RTO ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മെഡിക്കൽ ലീവിൽ പോയതോടെയാണ് ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലായത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. വലിയ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള പേപ്പർ വർക്കുകൾ മുഴുവൻ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ്. ഇപ്പം വലിയ വാഹനങ്ങളുടെ എന്തൊരു പേപ്പർ വർക്ക് ആണെങ്കിൽ പോലും അത് RTO ഓർഡർ ഇട്ടാൽ മാത്രമേ അത് പിന്നീട് അടുത്ത ടേബിളിലേക്ക് പോവുകയുള്ളൂ. അപ്പം ആ ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഒരു പ്രൈവറ്റ് ബസ്സിന്റെ പെർമിറ്റ് റിന്യൂവലിന് അപേക്ഷയിട്ടു. പക്ഷേ നമ്മളിവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ അന്നത്തെ അതേ സ്റ്റേജിൽ തന്നെയാണ് ഇത് ഇപ്പോഴും നിൽക്കുന്നത്. RTO ഇല്ലാത്തതുകൊണ്ട് ഈ ഫയൽ മുന്നിലേക്ക് പോകുന്നില്ല. ഇതിപ്പോൾ എൻ്റെ മാത്രം വിഷയമല്ല, 100 കണക്കിന് ആളുകൾ ഇതേ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ വിഷയം തന്നെയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായൊരു നടപടി ഉണ്ടാകണം. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എന്താണ് 2 മാസം കഴിഞ്ഞിട്ടും ഒരു പകരം സംവിധാനം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ടോബി? കഴിഞ്ഞ ജൂലൈ 5-നാണ് കോട്ടയത്തുണ്ടായിരുന്ന RTO കൊല്ലത്തേക്ക് സ്ഥലം മാറിപ്പോയത്. അതിനുശേഷം മറ്റൊരാളെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അവധി എടുക്കേണ്ടി വന്നു. എന്നാൽ ഈ അവധിയെടുത്ത് പോയ RTOയ്ക്ക് പകരം ഒരു RTOയെ ഇതുവരെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിസന്ധിക്കുള്ള കാരണം. ഇടയ്ക്ക് ഈ ചുമതല RTOയുടെ ചുമതല എൻഫോഴ്സ്മെന്റ് RTOയ്ക്കൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട RTOയ്ക്കാണ് ഇതിന്റെ ചുമതലയുള്ളത്. അത് ഈ അടുത്ത
അടുത്തിടെയാണ് നൽകിയത്. എന്തായാലും അദ്ദേഹത്തിനും ഈ വർക്ക് ലോഡ് കൂടുതലാണ്. അതായത് പത്തനംതിട്ടയുടെ കാര്യം നോക്കണം, കോട്ടയത്തിന്റെ കാര്യം നോക്കണം. ഓൺലൈനിലൂടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതല്ല, അതിനപ്പുറത്തേക്കൊരു RTO ഇല്ലാത്ത ഒരു അവസ്ഥ ഒരു ജില്ലാ ഓഫീസിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ വലുതാണ്. നമ്മളോട് സംസാരിച്ച ആളുകളടക്കമുള്ള ബസ് ഉടമകൾക്ക് ഈ പെർമിറ്റ് പുതുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നു. അങ്ങനെ വലിയ വാഹനങ്ങളുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ഡിലേ ആകുന്നു എന്നുള്ളൊരു പരാതി വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അത് 2 മാസമായിരിക്കുകയാണ്. ഈ 2 മാസമായിട്ടും സ്ഥിരമായി ഒരു ജില്ലയ്ക്ക് ഒരു RTO ഇല്ല എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു പ്രശ്നം പരിഹരിച്ച് പുതിയൊരു RTOയെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. TK. ശരി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന്. ഒരുപാട് പേരുടെ പ്രശ്നമാണ്, ഒരുപാട് പേർ പ്രതിസന്ധിയിലായി നിൽക്കുന്ന സാഹചര്യമാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ബദൽ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. യമനിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി ഇസ്രായേൽ. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ചെങ്കടലിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണം നടക്കുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം. അതേസമയം ഗസയിൽ ഇസ്രായേൽ കരയുദ്ധം ശക്തിപ്പെടുത്തിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുന്നത്. ജിഷ്ണു രവീന്ദ്രൻ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, കനത്ത ആക്രമണം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കൂട്ടപലായനം തന്നെ അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഗസയിലെ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അതിനിടയിലും യമനെ ലക്ഷ്യമിട്ടുകൊണ്ടും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ ജിഷ്ണു. നോക്കൂ റീജിത്ത്, രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരേ സമയത്ത് ഗസയിൽ കരയുദ്ധം വ്യാപിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ, ഇന്ന് മാത്രം ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ് ഗസ സിറ്റിയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ യമനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യമനിലെ ഹുദൈദ തുറമുഖത്തേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്, ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അമേരിക്ക ഖത്തറിന് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഖത്തറിലേക്ക് ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് നേരത്തെ അമേരിക്ക നൽകിയിരുന്നു. എന്നാൽ ഹമാസിനെ തകർക്കാൻ, ഹമാസ് ഉയർത്തുന്ന വെല്ലുവിളിയെ ഇല്ലാതാക്കാൻ, അതിർത്തികൾക്കപ്പുറത്തേക്ക് എങ്ങോട്ട് വേണമെങ്കിലും ആക്രമണം വ്യാപിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ആ പ്രതികരണം സത്യമായിരിക്കുന്നു. അവരതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ യമനിലെ ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ജൂലൈയിലും ഹുദൈദ തുറമുഖത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, 3 ആഴ്ച മുമ്പ് യമന്റെ തലസ്ഥാനമായ ഹൂതി നിയന്ത്രണത്തിലുള്ള യമന്റെ തലസ്ഥാനമായ സനാ സിറ്റിയിലേക്കും ഇതേപോലെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഗസ സിറ്റിയിലെ അവസ്ഥ അതിദാരുണമാണ്. ആളുകൾ കൂട്ടപ്പലായനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വളരെ സംരക്ഷിതമായ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എന്ന് പറഞ്ഞാണ് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അൽമവാസി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾ അവിടം സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി 15,000-ഓളം ആളുകൾ തിരിച്ചു വീണ്ടും ഗസ സിറ്റിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. 2 ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഏകദേശം 13 ലക്ഷത്തോളം ആളുകളാണ് ഗസ സിറ്റിയിൽ ബാക്കിയായിരിക്കുന്നത്. ഇവർക്ക് പോകാൻ സാധിക്കാത്തത്, തിരിച്ചു പോകാൻ സാധിക്കാത്തത് ഒറ്റ കാരണം കൊണ്ടാണ്. ഇപ്പോൾ തുടരുന്ന ഈ ആക്രമണത്തിൽ തകർന്നു വീണ കെട്ടിടങ്ങൾക്കുള്ളിൽ സ്വന്തം വേണ്ടപ്പെട്ടവർ കൂടി പെട്ടുപോയിട്ടുണ്ട്. അവരെ കൂടി തപ്പിയെടുത്തിട്ട് വേണം തങ്ങൾക്ക് തിരിച്ചു പോകാനെന്ന സാഹചര്യമുണ്ട്. 24-ന്റെ പ്രൈം ടൈമിലാണ് കഴിഞ്ഞ ദിവസം അൽമവാസിയിലെ ഫീൽഡ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സന്തോഷ് കുമാർ പങ്കെടുത്തത്. നമ്മളോടൊപ്പം ചേർന്നിരുന്നു, സംസാരിച്ചിരുന്നു. അൽമവാസിയിലെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ടെന്റുകളിൽ ഇനി ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇനിയും ആളുകൾ അങ്ങോട്ട് വന്നാൽ അവിടെ ഒരു തരത്തിലുള്ള സംവിധാനവും ഒരുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല, ഭക്ഷണമില്ല, ശുദ്ധമായ കുടിവെള്ളമില്ല. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ്. വീണ്ടും തെക്കൻ ഭാഗത്തേക്ക് നീങ്ങുകയാണെങ്കിൽ റഫ അതിർത്തി കഴിഞ്ഞ് ഈജിപ്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഗസയിലെ മനുഷ്യർ എത്തുകയാണ്. സ്വന്തം പ്രദേശമായ പ്രതീക്ഷകളും അതുപോലെ ജീവിതവും ഒക്കെ കരുപ്പിടിപ്പിച്ച സ്വന്തം പ്രദേശമായ ഗാസ മുനമ്പ് വിട്ട് റഫ അതിർത്തിയും കടന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ലോകരാജ്യങ്ങൾ ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുമ്പോഴും അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോഴും ഒന്നും അടങ്ങാൻ തയ്യാറാവുന്നില്ല ഇസ്രായേൽ എന്നുള്ളതാണ്. ഓരോ മണിക്കൂറുകളിലും ആക്രമണം ശക്തമാക്കുന്ന നിലയിലേക്കാണ് ഇസ്രായേൽ കടക്കുന്നത്. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു അറിയിപ്പ് കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് തൊടുപുഴ നഗരസഭയിൽ നാളെ ജലവിതരണം മുടങ്ങും എന്നുള്ളതാണ്. പ്ലാന്റിൽ ശുദ്ധീകരണ പ്രവൃത്തി നടക്കുന്നതിനാലാണ് ഇങ്ങനെ തടസ്സം നേരിടുക. നഗരസഭാ പരിധിയിൽ പൂർണ്ണമായോ ഭാഗികമായോ ജലവിതരണം മുടങ്ങും എന്നാണ് വാട്ടർ അതോറിറ്റി ഇപ്പോൾ അറിയിക്കുന്നത്.
മലപ്പുറം വളാഞ്ചേരിയിൽ ദേശീയപാതയിൽ വാഹനത്തിൽ സാഹസിക യാത്ര നടത്തി യുവാക്കൾ. കാറിന്റെ സൺറൂഫ് തുറന്ന് എഴുന്നേറ്റ് നിന്നായിരുന്നു യാത്ര. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ വാഹനം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? നമ്പർ പ്ലേറ്റ് ഒക്കെ വ്യക്തമാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഇതിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ സമീർ? റിജിത്ത്, ഈ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ദേശീയപാത 66 ആറുവരി പാതയിൽ വളാഞ്ചേരിക്കടുത്ത് വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടാക്കും വിധം വാഹനം ഓടിച്ചിരിക്കുന്നത്. KL 07 CS 4651 എന്ന നമ്പറിലുള്ള MG ഹെക്ടർ വാഹനത്തിന്റെ സൺറൂഫ് തുറന്നുകൊണ്ടാണ് രണ്ട് യുവാക്കൾ പുറത്തേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സാഹസിക യാത്ര നടത്തിയിരിക്കുന്നത്. വലിയ തിരക്കേറിയ റോഡ് കൂടിയാണ് ഈ ദേശീയപാത എന്നുള്ളതാണ്. അതിലൂടെയാണ് ഈ രണ്ട് യുവാക്കൾ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള യാത്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തൊട്ടു പിന്നാലെ വാഹനം ഓടിച്ചിരുന്ന മറ്റൊരു വാഹന യാത്രക്കാരനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പോലീസ് നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അതിൽ കർശന നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും പാഠം പഠിക്കാതെ ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഖേദകരമാണ്. സമീർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ 24 വാർത്ത ഇന്ന് നിയമസഭയിലേക്കെത്തി. ഉമാ തോമസാണ് വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു. കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു. പ്രസ്തുത സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ശ്രീമതി സുമയ്യ ഗോയിറ്റർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് 20/3/2023 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡക്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. യുവതിക്ക് ആവശ്യമായിട്ടുള്ള തുടർ ചികിത്സയും പരിചരണവും നൽകി 30/3/2023 ഡിസ്ചാർജ് ചെയ്തിരുന്നു. ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു. തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയ കാര്യങ്ങളിൽ കൂടുതൽ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. ഡോക്ടർ കുറ്റക്കാരനാണെന്നോ നടപടിയെക്കുറിച്ചോ ഉള്ള വിവരങ്ങളില്ല. ഗൈഡ് വയർ കുടുങ്ങിയത് കണ്ടെത്തിയതിന് പിന്നാലെ ശ്രീചിത്രയുമായി ബന്ധപ്പെട്ടു. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് ലഭിച്ചു. എങ്കിലും വിശദ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. പരാതി നൽകിയ സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തി. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടേഴ്സിനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. വീഴ്ചകളുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകി. 24 തിരുവനന്തപുരം. ബി അശോക് IASന്റെ സ്ഥലം മാറ്റത്തിൽ വീണ്ടും സർക്കാരിന് തിരിച്ചടി. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയ ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. ബി അശോക് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരും. മൂന്നാം തവണയാണ് സർക്കാരിന്റെ സ്ഥാനമാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്യുന്നത്. സർക്കാർ ഉത്തരവ് കോടതി അലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. പിന്നാലെ ഉത്തരവ് സ്റ്റേ ചെയ്തു. നിലവിൽ കൃഷി വകുപ്പിൽ തുടരുന്നതിലും തടസ്സമില്ല. ആദ്യം തദ്ദേശ വകുപ്പിലേക്കും പിന്നീട് ഗതാഗത വകുപ്പിലേക്കും ബി അശോകിനെ മാറ്റി സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും നിയമ പോരാട്ടത്തിലൂടെ കൃഷി വകുപ്പിൽ തന്നെ തുടർന്നു. കെയർഫെഡ് പദ്ധതിക്കുള്ള ലോകബാങ്കിന്റെ വായ്പ വകമാറ്റിയതുമായി വാർത്ത പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫയലുകൾ പുറത്തുവന്നതിന്റെ പേരിലായിരുന്നു ബി അശോകിനെതിരെയുള്ള നടപടികൾ ആരംഭിച്ചത്. 24 കൊച്ചി. കാസർഗോഡ് പോക്സോ കേസിൽ AEOയെ സസ്പെൻഡ് ചെയ്തു. ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VK സൈനുദ്ദീനെതിരെയാണ് നടപടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവിറക്കിയത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, ഇത് നാടിനെ ഞെട്ടിച്ചൊരു കേസാണ്. ഇതിന്റെ ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോൾ വലിയ ഞെട്ടൽ നമുക്കുണ്ടാവുന്നുണ്ട്. അതിലിപ്പോൾ AEOക്കെതിരെ നടപടി വരുന്നു. ഇനിയും 9 പേർ പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് നേരത്തെ വിശദീകരിച്ചത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുൺ പാറയ്ക്കൽ? റിജിത്ത്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ നടപടി ഉണ്ടായത്. നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്
ഇദ്ദേഹം അതായത് ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൈനുദ്ദീൻ പ്രതിയാണെന്ന് കണ്ടതോടുകൂടി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഒടുവിൽ ചന്തേരയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നീലേശ്വരം സർക്കിൾ ഇൻസ്പെക്ടർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന് പുറകെ തന്നെ കാഞ്ഞങ്ങാട് പോക്സോ കോടതി സൈനുദ്ദീനെ റിമാൻഡ് ചെയ്തു. ഇതിന് പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത്. കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അപകീർത്തികരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കേസിൽ 8 പേരെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബേക്കൽ AEO ആണ് സൈനുദ്ദീൻ. സൈനുദ്ദീനെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിപ്പിക്കുകയാണെന്ന് പറഞ്ഞാണ് നീലേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെയാണ് അദ്ദേഹത്തോട് താങ്കൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും താങ്കൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്നും അറിയിക്കുന്നത്. അത് സൈനുദ്ദീൻ സമ്മതിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി 16 വയസ്സുള്ള ആൺകുട്ടിയെ ഈ പ്രതികൾ, അതായത് പിടിക്കപ്പെട്ട 9 പ്രതികളും പുറത്തുള്ള 9 പ്രതികളും പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ പ്രതികളിലേക്ക് ഈ കുട്ടി എത്തിയതെന്നും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് 9 പ്രതികൾക്കായുള്ള തെരച്ചിൽ നടത്തുകയാണ് അറിയിച്ചത്. അരുൺ പാറയ്ക്കൽ കാസർഗോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തനിക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി എഴുത്തുകാരി ഡോക്ടർ എം ലീലാവതി. എതിർക്കുന്നവരോട് ശത്രുതയില്ല. ഗസയിലെ കുഞ്ഞുങ്ങൾക്കായി ഇനിയും സംസാരിക്കും. ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് തൊണ്ടയിൽ നിന്ന് ചോറിറങ്ങുക എന്ന പരാമർശത്തിനെതിരെയായിരുന്നു ഡോക്ടർ എം ലീലാവതിക്ക് നേരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായത്. തന്റെ 98ാം പിറന്നാൾ ദിനത്തിൽ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ച് ഡോക്ടർ എം ലീലാവതി നടത്തിയ പരാമർശമാണ് ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചത്. ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തനിക്ക് എങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിന്നിറങ്ങുക എന്നായിരുന്നു പിറന്നാൾ ആശംസകളുമായി എത്തിയവരോട് ലീലാവതി പറഞ്ഞത്. ഈ പരാമർശത്തിനെതിരെയാണ് സൈബർ ആക്രമണം. എന്നാൽ അതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് എം ലീലാവതി. ഞാൻ ഒരു അമ്മയുടെ കണ്ണുകൊണ്ടാണ് അവരെ നോക്കുന്നത്. മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ ഒന്നും പശ്ചാത്തലം അതിലില്ല. എതിർക്കുന്നവരെ സ്വതന്ത്രമായിട്ട് എതിർത്തോട്ടെ, എനിക്കൊരു വിരോധമില്ല. എത്രയോ എതിർപ്പുകളെ ഞാൻ നേരിട്ടിട്ടുണ്ട്. നടയുന്നൊന്നും അല്ല, എതിർപ്പുകളെ നേരിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേരാണ് എം ലീലാവതിയെ പിന്തുണച്ചെത്തിയത്. മനുഷ്യസ്നേഹിയുടെ ഹൃദയത്തിലൂടെയാണ് ടീച്ചർ സംസാരിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. 24 കൊച്ചി. മലപ്പുറം എടവണ്ണപ്പാറയിൽ നിന്ന് വിദ്യാർത്ഥിയെ കാണാതായിട്ട് ഇന്നേക്ക് 6 ദിവസം പിന്നിടുകയാണ്. +1 വിദ്യാർത്ഥി മുഹമ്മദ് ആദിലിനെയാണ് ഈ മാസം 10-ാം തീയതി മുതൽ കാണാതായത്. ട്രെയിൻ കയറി ചെന്നൈ ഭാഗത്തേക്ക് പോയി എന്നാണ് പോലീസിന്റെ സംശയം. ഇവിടുന്ന് പോയ അന്ന് രാവിലെ 10:30 ട്രെയിനിൽ നിന്ന് ഒരാൾ ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും അയാളോട് താമ്പരം എന്ന സ്ഥലത്ത് എനിക്ക് ഇറങ്ങണം, എന്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് ഈ ട്രെയിൻ എപ്പോഴാ അവിടെ എത്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ അതിന്റെ സമയവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾ ചോദിച്ചു എനിക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന്. അപ്പൊ എനിക്ക് ചെന്നൈ സെൻട്രലിലേക്കാ പോകണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു ട്രെയിൻ അങ്ങോട്ട് പോവൂല, ഇത് താമ്പരത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. പക്ഷെ കുട്ടിക്ക് ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ കിട്ടിയെന്നാണ് എനിക്കറിയാത്തത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. ഷഹദ്, എന്താണ് പോലീസ് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ചെന്നൈ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്താണ്? പോലീസ് പറയുന്നത് എന്താണ് ഷഹദ്? റിജിത്ത, മലപ്പുറം എടവണ്ണപ്പാറ സ്വദേശി അബ്ദുൾ നാസറിന്റെ മകനാണ് ഈ മുഹമ്മദ് ആദിൽ എന്ന് പറയുന്നത്. +1 വിദ്യാർത്ഥിയാണ്. 10-ാം തീയതിയാണ് ആദിലിനെ കാണാതാകുന്നത്. സംഭവം നടന്നിട്ട് ഇന്നേക്ക് 6 ദിവസം പിന്നിടുകയാണ്. ഈ കുട്ടി പോയിട്ടുള്ളത് ഈ ചെന്നൈ ഭാഗത്തേക്കാണ് എന്ന ഒരു സംശയമാണ് ഇപ്പോൾ കുടുംബത്തിനുള്ളത്. അതിന് പ്രധാനമായിട്ടും കുടുംബം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഈ ട്രെയിനിൽ കുട്ടിയുമായിട്ട് ഒരാൾ സംസാരിക്കുകയും ആ ആൾ പറഞ്ഞിട്ടുള്ള വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസും ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കാരണം ഈ കുട്ടി വീട്ടിൽ നിന്ന് ഒരു ബൈക്ക് എടുത്ത്, അതായത് വീട്ടിൽ നിന്നുള്ള ഒരു ബൈക്ക് എടുത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ട്രെയിൻ മാർഗം ആണ് മറ്റേതോ സ്ഥലത്തേക്ക് പോയത് എന്ന ഒരു അനുമാനത്തിലാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ഉള്ളത്. പക്ഷേ ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ എവിടെയും, അതായത് ഒരു CCTV-യിൽ പതിഞ്ഞു എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു CCTV-യിലും ഈ കുട്ടിയുടെ ദൃശ്യങ്ങളൊന്നും തന്നെ പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തെയും ഒപ്പം തന്നെ പോലീസിനെയും വലയ്ക്കുന്നത്. മാത്രവുമല്ല, കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോണോ കാശോ ഇല്ല എന്ന കാര്യവും കുടുംബം പറയുന്നുണ്ട്. ഈ കുട്ടി പ്രധാനമായിട്ടും
മറ്റും പോകാനുള്ള കാരണമായിട്ട് കുടുംബം പറയുന്നത് കുട്ടിയുടെ കയ്യിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ വീട്ടുകാർ വാങ്ങിക്കൊടുത്തതല്ല. അപ്പോൾ ഈ മൊബൈൽ ഫോൺ എവിടെ നിന്ന് ലഭിച്ചു എന്ന ഒരു ചോദ്യം വീട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ +1 വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ വീട്ടുകാർ അധികം വിദ്യാർത്ഥിയെ സമ്മർദ്ദത്തിലാക്കാനോ അല്ലെങ്കിൽ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനോ നിന്നില്ല. മറിച്ച് ഇത് അധ്യാപകന് വിവരം അറിയിക്കുകയും അധ്യാപകനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറയുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 10-ാം തീയതി പുലർച്ചെ തന്നെ, അതായത് രാവിലെ 7 മണിയോടുകൂടി തന്നെ ഈ കുട്ടി ബൈക്ക് എടുത്ത് ഇവിടെ നിന്നും പോവുകയായിരുന്നു. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ കുട്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ഇത് കാണുന്ന പ്രേക്ഷകരുടെ അറിവിലേക്കാണ്. ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടു കിട്ടുന്നവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എന്ന ഒരു കാര്യമാണ്. കാരണം ഈ കുട്ടി പോയിട്ട് 6 ദിവസമായി. ചെറിയ കുട്ടിയാണ്. മാത്രവുമല്ല അവന്റെ കയ്യിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ പണമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വീട്ടുകാരെ സംബന്ധിച്ചുള്ള അറിവ്. അപ്പോൾ ചെറിയൊരു പിണക്കത്തിന്റെ പേരിലാണ് ഈ മകൻ പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടുകാരും പറയുന്നത്. അതോടൊപ്പം തന്നെ വീട്ടുകാർ പ്രധാനമായിട്ടും ഒരു സംശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഈ കുട്ടിക്ക് ചെന്നൈയോ അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ കയറാനോ ട്രെയിൻ മാർഗം കുട്ടി എവിടെയെങ്കിലും പോയതായിട്ടോ മുൻപരിചയം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് അതിൽ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. ഈ മലപ്പുറം എടവണ്ണപ്പാറയിൽ നിന്നാണ് വിദ്യാർത്ഥിയെ കാണാതായത്. ഇന്നേക്ക് 6 ദിവസമാവുകയാണ്. +1 വിദ്യാർത്ഥി മുഹമ്മദ് ആദിൽ എന്ന കുട്ടിയെയാണ് കാണാതായത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന നിർദ്ദേശം കൂടി പോലീസ് നൽകുന്നുണ്ട്. ഷാഹദ് റഹ്മാൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പാലക്കാട് പുതുപ്പരിയാരത്ത് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഈ കേസ്? ഈ വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? ഷെയ്ത്തുമായുള്ള ടെലിഫോൺ ബന്ധം നഷ്ടമായി എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് പുതുപ്പരിയാരത്താണ് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാലക്കാട് പൂച്ചിറ സ്വദേശി അനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അനൂപിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ശ്രീകുമാരൻ അല്പസമയത്തിനകം ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും എന്നാണ് കരുതുന്നത്. ടെലിഫോൺ ബന്ധം നഷ്ടമായിട്ടുണ്ട്. അത് ലഭ്യമാവുന്ന മുറയ്ക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടുതലായി പ്രേക്ഷകരെ അറിയിക്കാം. ശ്രീകുമാരൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീത്ത്, വിവരങ്ങൾ എന്താണ്? ശ്രീത്ത്, ആവർത്തിക്കാമോ? ടിക്കെ കേൾക്കാം. ശ്രീത്ത്, പറഞ്ഞോളൂ. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ശ്രീത്ത്, എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഈ കേസ് എന്താണ്? അതിന്റെ പശ്ചാത്തലം എന്താണ് ശ്രീത്ത്? ആ സാങ്കേതിക തടസ്സം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് പുതുപ്പരിയാരത്താണ് യുവതി ആത്മഹത്യ ചെയ്തത്. അതിന് പിന്നാലെ ആ കേസിൽ ഭർത്താവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പാലക്കാട് പൂച്ചിറ സ്വദേശി അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് വിവരം. അനൂപിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ കുടുംബം കൊല്ലപ്പെട്ടെന്ന് ജെയ്ഷെ മുഹമ്മദ്. ആദ്യമായാണ് ജെയ്ഷെ മുഹമ്മദ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ സമ്മതിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരിയുടെ വീഡിയോ ആണ് ഇത് സംബന്ധിച്ച് പുറത്തുവന്നത്. മെയ് 7-ന് നടന്ന ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇല്യാസ് കശ്മീരിയുടെ വീഡിയോ പുറത്തുവന്നത്. ഇന്ത്യയുടെ ആക്രമണം വലിയ ആഘാതമുണ്ടാക്കിയെന്ന് അംഗീകരിക്കുന്ന രീതിയിലാണ് വീഡിയോ. बहावलपुर के अंदर मौलाना मसूद अजहर की फैमिली के लोग बहने और बेटे और बच्चे रेजा रेजा हो गए, टुकड़ों में तकसीम हो गए, कीमा बन गए. ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം ശരിവെക്കുന്നതാണ് മസൂദ് ഇല്യാസിന്റെ പരാമർശം. ഇന്ത്യയുടെ അവകാശവാദം തെറ്റെന്നായിരുന്നു പാകിസ്ഥാന്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും അന്താരാഷ്ട്ര നിരീക്ഷക സംഘവും വിശദീകരിച്ചിരുന്നത്. 24 ഡൽഹി. കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയ മലയാളി സംഘം തിരിച്ചെത്തി. എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങിയ 12-അംഗ സംഘമാണ് തിരിച്ചെത്തിയത്. സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഏറെ ആശങ്കകൾക്കൊടുവിൽ കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയ കൊച്ചി മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സംഘത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ ലാലു പി ജോയാണ് ചേർന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നേപ്പാളിൽ ഇപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരുന്നില്ലല്ലോ പോയിരുന്നത്, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്മളിവിടുന്ന് പോകുമ്പം നമുക്കൊരു സിലബസ് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് ഒബ്ജക്റ്റീവ്സും ലേണിംഗ് ഔട്ട്കം ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയതെങ്കിലും അത് പകരം വെക്കാനില്ലാത്ത അനുഭവങ്ങളും ലേണിങ്ങുമാണ്. കാരണം
ഒരു ഇന്റർനാഷണൽ ഹിസ്റ്ററിയുടെ ഭാഗമാവുക, അത് വിറ്റ്നസ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിൽ പോലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കപ്പുറത്തായിരുന്നു. അപ്പം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഞങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ ഒരു 2 ദിവസത്തെ വിസിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2ാമത്തെ ദിവസം വൈകുന്നേരമാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു 5 ദിവസത്തോളം ഞങ്ങൾക്ക് ഈ സേഫ് ഹൗസിൽ ഷെൽട്ടറിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് എംബസിയുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കോളേജ്, നിർമ്മല കോളേജിൻ്റെ ഭാഗത്തുനിന്നും അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹകരണം കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. മലപ്പുറം എടവണ്ണയിൽ വൻ ആയുധവേട്ട, 20 എയർ ഗണ്ണുകളും 3 റൈഫിളുകളും ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. 200-ലധികം വെടിയുണ്ടകളും 40 പെലറ്റ് ബോക്സും കണ്ടെത്തിയിട്ടുണ്ട്. എടവണ്ണയിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വൻ ആയുധശേഖരം പിടികൂടിയിരിക്കുന്നത്. വീട്ടുടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് വിവരങ്ങൾ? വിപിൻ, ശ്രീജിത്ത്, എടവണ്ണ പോലീസിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എടവണ്ണ അരീക്കോട് റോഡിലുള്ള ഒരു വീട്ടിൽ പരിശോധന നടത്തിയത്. വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച വലിയ ആയുധ ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത്. ഉണ്ണിക്കോമത് എന്നുള്ള ആളുടെ വീട്ടിലാണ് ഈ പരിശോധന നടത്തിയത്. അതിൽ ആദ്യഘട്ടത്തിൽ വീടിന്റെ മുകൾ വശത്ത് തന്നെയുള്ള പരിശോധനയിൽ ഒരു റൈഫിളും അവിടെ നിന്ന് 40ഓളം ഉണ്ടകളും ഒരു ഗണ്ണും കണ്ടെത്തിയിട്ടുണ്ട്. എയർ ഹാംസുകൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്തി. അതിനുശേഷം താഴെ ഭാഗത്ത്, വീടിന്റെ ഷട്ടർ ഇട്ട താഴെ ഭാഗത്തുള്ള പരിശോധനയിലാണ് അവിടെ 20ഓളം എയർ ഗണ്ണുകളും 40 പെലറ്റ് ബോക്സുകളും ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഈ തിരകളോ അല്ലെങ്കിൽ ഇത്രത്തോളം ആയുധങ്ങളോ സൂക്ഷിക്കുന്നതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ലൈസൻസ് ഉണ്ട്. അത് ഒരു തോക്കും വളരെ കുറച്ച് തിരകളും സൂക്ഷിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. മറ്റെല്ലാം തന്നെ അനധികൃതമായി സൂക്ഷിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു. ഇതിലാണിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവ എവിടെ നിന്ന് എത്തിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള പരിശോധന വേണം എന്നുള്ളത് കൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്, ഈ ഉണ്ണിക്കമത് എന്നുള്ള പ്രതിയെ. അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുക. ഇത്രയും തിരകൾ എവിടെ നിന്ന് ലഭിച്ചു, ഇത് എവിടെ നിന്നാണ് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് തുടങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഇപ്പോൾ 3 റൈഫിളുകളും ഒപ്പം തന്നെ 20-ലേറെ എയർ ഗണ്ണുകളും ഉണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇവ എവിടെ നിന്ന് അനധികൃതമായി ചെറിയ ഒരു ലൈസൻസിന്റെ മറവിൽ കൂടുതലായിട്ടുള്ള വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. പരിശോധനകൾ തുടരും എന്നുള്ളത് കൂടി എടവണ്ണ പോലീസ് അറിയിക്കുന്നുണ്ട്. അറിയിച്ചിട്ട് വിപിൻ, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇങ്ങനെ ഇത്രയും അധികം നാടൻ തോക്കുകൾ, അതുപോലെ 20ഓളം എയർ ഗണ്ണുകൾ, അതുപോലെ 3 റൈഫിളുകൾ, 200-ലധികം വെടിയുണ്ടകൾ, ഇതൊക്കെ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തുക, അയാൾക്ക് തന്നെ അതിന് പര്യാപ്തമായ ലൈസൻസും ഇല്ല എന്നുള്ളത് പ്രശ്നമാണ്. ഈ വിൽപ്പനയ്ക്കായാണോ ഇത് ഇയാൾ ഇവിടെ കൊണ്ടുവച്ചത്? അത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം പോലീസിനുണ്ടോ? ആർക്കൊക്കെ വിറ്റു? അങ്ങനെയൊക്കെയുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ടോ പോലീസ്? വിപിൻ, തീർച്ചയായിട്ടും ഇത് വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചു എന്നുള്ളതാണ്. ഈ വിൽപ്പന നടത്തിയ ചിലരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയ ആളുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. ഇങ്ങനെ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ആദ്യം വീട്ടിന്റെ മുകൾ വശത്ത് നിന്നാണ് ആയുധങ്ങളും തിരകളും ലഭിച്ചത്. പിന്നീട് താഴെ വശത്തേക്ക് പോയപ്പോഴാണ് വലിയൊരു ഗോഡൌൺ എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത്രയും ഏറെ ആയുധങ്ങളും തിരകളും ഇയാൾ സൂക്ഷിച്ചിരിക്കുന്നു, അവ വിൽപ്പന നടത്തുന്നു എന്നുള്ള വിവരമുള്ളത്. അപ്പോൾ ആർക്കൊക്കെ അത് നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇത് എവിടെ നിന്ന് ഇത്രയും വലിയ ഒരു അളവിൽ ആയുധം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഈ തിരകളുടെ അതിന്റെ മറ്റ് സ്ഥിരീകരണങ്ങൾ, അതിന്റെ പഴക്കങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടി പോലീസ് കടക്കുന്നുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതായിരിക്കും പ്രാഥമികമായി പോലീസ് ചെയ്യുന്നത്. കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളായിട്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം കൂടുതലായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ വരുമെന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ഇത്ര വലിയൊരു അളവിൽ ഇവ ലഭിക്കുന്നത് തന്നെ ഈ ഒരു എടവണ്ണ മേഖലയിൽ ആദ്യമായിട്ടാണ്. മറ്റു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? ഇത് ഏറെ നാളായി ഇങ്ങനെ വിൽപ്പന നടക്കുന്നതാണോ? എന്താണ് ഇയാളുടെ ജോലി, എന്താണ് അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പോലീസ് വിശദീകരിക്കുന്നുണ്ടോ വിപിൻ? ഇല്ല, ഉണ്ണിക്കമ്മത്ത് എന്നുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. ഇങ്ങനെ ആയുധങ്ങൾ ഇയാൾ വിറ്റിട്ടുണ്ട്. ഇതിന് ചെറിയ ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റാരും ഇതുമായി ബന്ധപ്പെട്ട് സംശയിച്ചിരുന്നില്ല. ഇയാൾക്ക് പൂർവികമായിട്ട് കിട്ടിയ തോക്കാണ് എന്നുള്ളതും പ്രാഥമികമായി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അതിന്റെ ഒരു ലൈസൻസിന്റെ മറവിലാണ് ഇത്ര വലിയ അളവിൽ ആയുധങ്ങൾ കൊണ്ടുവയ്ക്കുകയും തിരകൾ കൊണ്ടുവയ്ക്കുകയും അവ വിൽപ്പന നടത്തുകയും ചെയ്തത്. ഇയാളിൽ നിന്ന് വാങ്ങിയ ആളുകളെ പോലീസ് പിടികൂടുകയും അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിലേക്ക്
പോലീസ് ഒരു തിരച്ചിലെത്തുകയും ചെയ്തത്. അതിൽ നിന്നാണ് ഇത്ര വലിയ അളവിൽ തന്നെ ഇവ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള ശരി, വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇടവണ്ണയിലാണ് വലിയ ആയുധവേട്ട ഉണ്ടായിരിക്കുന്നത്. 20 എയർ ഗണ്ണുകൾ, 3 റൈഫിളുകൾ, അതുപോലെ 200-ലധികം വെടിയുണ്ടകൾ, 40 പെലറ്റ് ബോക്സ്, ഇതൊക്കെയാണ് ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടുടമസ്ഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളിൽ നിന്ന് ആരൊക്കെ ഇത് വാങ്ങി, എവിടെ നിന്ന് ഇയാൾ ഇത് എത്തിച്ചു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോലീസ് കടക്കുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ തേടാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.